ചമ്രോട്ട അയ്യപ്പനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പല സങ്കല്പങ്ങളുണ്ട്. ഇപ്പോൾ കല്യാണത്തിനും അതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ മഴ ഉള്ള സമയത്തൊക്കെ കല്യാണം നടക്കുമ്പോൾ നമ്മൾ മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നാളികേരം തിരച്ച് കെട്ടിയിട്ട് നമ്മളെ പന്തലിൻ്റെ ഒരു മൂലയ്ക്ക് വയ്ക്കും. അപ്പോൾ അത് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും, അയ്യപ്പ മഴ പെയ്യിക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അത് അവിടെ വയ്ക്കുന്നത്. പക്ഷേ ആ വിളിയോട് കൂടിയിട്ട് അത് അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. കാരണം മഴ പെയ്യാതെ ആ ഒരു സംഭവം നല്ല ഭംഗിയായിട്ട് തീർത്ത് കൊടുത്തിട്ട് അവർ ആ നാളികേരം ഇവിടെ എത്തിക്കലാണ് അയ്യപ്പൻ്റെ മുന്നിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ പല ദൂരഭാഗത്തുനിന്നും ആൾക്കാർക്ക് ഇവിടേക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റാത്തവരും പഴയ കാലത്ത് ഇപ്പോഴും പുഴയിൽ ഒഴുക്കി വിടാറുണ്ട്. അത് ഒഴുകി ഈ അമ്പലത്തിൻ്റെ ഈ പരിസരത്ത് അത് ഒഴുകി വന്നിട്ട് ഏതെങ്കിലും പൊന്തയിലൊക്കെ തടഞ്ഞു നിൽക്കാറുണ്ട്. ഇവിടുത്തെ ജീവനക്കാർ പോയിട്ട് അത് കണ്ടാൽ അത് കൊടുന്ന് അയ്യപ്പനെ സമർപ്പിക്കാറാണ് ശ്രദ്ധിച്ചത്. വർഷങ്ങളായിട്ട് ഇതിവിടെ എത്തിക്കാത്തവരും പിന്നീട് അവർക്ക് ഇത് ഓർമ്മ വരുമ്പോൾ അയ്യപ്പൻ്റെ മുന്നിൽ വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഈ പ്രകൃതിയുമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിലും നമ്മൾ കുറച്ച് നെല്ല് അയ്യപ്പന് വേണ്ടി പായസത്തിന് എന്നുള്ളതിൽ മാറ്റി വെച്ചാൽ നമുക്ക് നല്ല വിളവ് കിട്ടാറുണ്ട്. മഴ പെയ്യാതിരിക്കാൻ നാളികേരം വഴിപാട് നൽകുന്ന ഒരു ക്ഷേത്രം കൗതുകമായിരിക്കുന്നു അല്ലേ? ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലാണ് അപൂർവമായ ഈ വഴിപാട് സമർപ്പിക്കുന്നത്. നമുക്ക് ആ വഴിപാട് സമർപ്പണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലേക്കുള്ള വഴിപാട് നാളികേരം. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണമോ മറ്റെന്തെങ്കിലും ആഘോഷമോ ഒക്കെ നടക്കുമ്പോൾ മുറ്റത്ത് പന്തലിടും. ഈ സമയത്ത് മഴ പെയ്താലോ? മഴ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇത്തരം വേളകളിൽ മഴ പെയ്യരുതേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുക. പന്തലിട്ട് കഴിഞ്ഞാൽ മാനത്ത് മഴമേഘം കണ്ടാൽ ഉടൻ ചമ്രവട്ട തയ്യപ്പനെ മനംനൊന്ത് വിളിക്കും, ചമ്രവട്ട തയ്യപ്പ മഴ പെയ്യിക്കരുതേ എന്ന്. എന്നിട്ട് പൊളിക്കാത്ത 2 നാളികേരം ഈ വിധത്തിൽ കൂട്ടിക്കെട്ടി പന്തലിൻ്റെ കാലിൽ തൂക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മഴ പെയ്യില്ലെന്നാണ് വിശ്വാസമല്ല കേട്ടോ, നിരന്തരമുള്ള അനുഭവങ്ങളാണത്. ഈ നാളികേരം ഏത് വിധത്തിലാണ് ചമ്രവട്ടം അയ്യപ്പന് സമർപ്പിക്കുക? അത് കാണാൻ നമുക്ക് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലേക്കൊന്ന് പോയാലോ? അങ്ങനെ ചമ്രവട്ടത്ത് എത്തിക്കഴിഞ്ഞു. റോഡരികിൽ ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം. ദൂരേക്ക് നീളുന്ന ഈ വഴി ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലേക്കുള്ളതാണ്. പച്ചപുതച്ച നെൽപ്പാടത്തിന് നടുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമ. പഴയ കാലത്ത് ഇത് വരമ്പായിരുന്നു, പിന്നീടാണ് ഈ വിധത്തിൽ നടപ്പാതയാക്കി മാറ്റിയത്. അങ്ങനെ നമ്മൾ ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞു. തൊട്ടു മുന്നിൽ പുഴയാണ്. ഈ പുഴ മുറിച്ചു കടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിലെത്താൻ. ഭാരതപ്പുഴയാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. നിരവധി ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമൊക്കെ ഉറങ്ങുന്ന ഒരു ക്ഷേത്രം. മഴക്കാലത്ത് ഈ ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിൽ മൂടും. ശ്രീകോവിലെല്ലാം വെള്ളം നിറഞ്ഞ കിടക്കുകയായിരിക്കും. പുഴയും ക്ഷേത്രവും ഏതാണ്ട് ഒരുപോലെയായിരിക്കും ആ കാലത്ത് ഉണ്ടാവുക. ഈ സമയങ്ങളിലാണ് അയ്യപ്പൻ നിളയിൽ ആറാടുന്ന ദിവസങ്ങൾ. ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് തോണിയിലാണ് ശാന്തിക്കാരൻ ക്ഷേത്രത്തിലെത്തുക. നമുക്ക് ആ തോണിയും ഇവിടെ കാണാം. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഒരു നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഭക്തജനങ്ങൾക്കിപ്പോഴും പുഴ കടന്ന് അയ്യപ്പനെ വണങ്ങാനാണ് ഇഷ്ടം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് രാവിലെ ഒരു 7:30 മണിയോടുകൂടി കണ്ട നാളികേരത്തിൻ്റെ കൂട്ടമാണത്. പലരും ഇവിടേക്ക് വരുന്നു. അവർ ഭഗവാനെ നേർന്ന പ്രകാരം നാളികേരം വെച്ച് ഭഗവാനെ വണങ്ങി തിരിച്ചു പോകുന്നു. ഇതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഇവിടെ അടയ്ക്കേണ്ടതില്ല, വഴിപാട് തുകയൊന്നും അടയ്ക്കേണ്ടതില്ല. പ്രാർത്ഥിച്ചു വെച്ച നാളികേരം ഇവിടെ കൊണ്ടുവന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു വയ്ക്കുക മാത്രമേ വേണ്ടൂ. ദിവസേന 100 കണക്കിന് നാളികേരം ഇവിടെ കിട്ടാറുണ്ട്. ഈ നാളികേരമൊക്കെ എന്താണ് ഈ ക്ഷേത്രത്തിൽ ചെയ്യുക എന്ന് നമുക്ക് ഒന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. കുടുംബ കാര്യങ്ങളിലും മറ്റു ചില വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കാലാവസ്ഥയുടെ കാര്യങ്ങളിലും കൃഷി കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവർ ചമ്രവട്ടത്തെ അയ്യപ്പനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർ അതിന് വേണ്ടിയിട്ട് ചമ്രവട്ടത്തെ അയ്യപ്പന് വേണ്ടിയിട്ട് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കാര്യസാധനത്തിന് വേണ്ടിയിട്ട് ഒരു നാളികേരം 2 നാളികേരം അരിച്ച് കെട്ടിയിട്ട്, അതായത് ചകിരി 2 കൂട്ടി കെട്ടിയിട്ട് പന്തലിൽ, ഇപ്പോൾ കല്യാണം നടക്കുന്ന സമയങ്ങളിൽ പന്തലിൽ ഒരു മൂലയ്ക്ക് കെട്ടി തൂക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു വഴിപാടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ചമ്രവട്ടത്തെ അയ്യപ്പനെ സമർപ്പിക്കലാണ് പതിവ്. അപ്പോൾ അങ്ങനെ വരുന്ന നാളികേരങ്ങൾ ഇവിടെ നമ്മൾ പൊളിച്ച് ഇവിടുത്തെ നിവേദ്യത്തിലേക്ക്, പായസത്തിലേക്ക്, പ്രത്യേകിച്ച് ഉഷപ്പൂജയുടെ പായസമാണ് പ്രധാനം, അതിലേക്ക് നമ്മൾ കൂട്ടലാണ് പതിവ്. വേറെ ഒന്നിനും പിന്നെ ഗണപതി ഉണ്ടെങ്കിൽ അതിനും ഉപയോഗിക്കും.
പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യില്ല. അങ്ങനെയാണ്. ഭാരതപ്പുഴയുടെ കുറുകെ നിർമ്മിച്ച ചമ്രവട്ടം പാലമാണ് നമ്മൾ കാണുന്നത്. ഈ പാലത്തിൻ്റെ മറുകര പൊന്നാനി താലൂക്കും ഇക്കരയുള്ളത് തിരൂർ താലൂക്കുമാണ്. ഈ പുഴ ഒഴുകിയെത്തുന്നത് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്തു കൂടിയാണ് ഈ പുഴ ഒഴുകി പോകുന്നത്. നേരത്തെ പറഞ്ഞ പ്രകാരം മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച നാളികേരം ഇവിടെ എത്തിക്കാൻ കഴിയാത്തവർ ഭാരതപ്പുഴയിൽ ഏത് ഭാഗത്തു നിന്നായാലും ഭാരതപ്പുഴയിൽ ഒഴുക്കി കഴിഞ്ഞാൽ ആ ഒഴുക്കിയ നാളികേരം ഒഴുകി ഇതുപോലെ ഇവിടെ ഒഴുകിയെത്തി അയ്യപ്പ ക്ഷേത്രത്തിനടുത്തെത്തും. ഇവിടെയുള്ള ജീവനക്കാർ അതെടുത്ത് ഭഗവാന് സമർപ്പിച്ച് ആ വഴിപാട് പൂർത്തിയാക്കും എന്നുള്ള ഒരു കാഴ്ചയും ഇവിടെ കാണാം. ഞങ്ങൾ വീട്ടിൽ കൂടുതലായിരുന്നു, കുടിരിക്കലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ക്ഷേത്രത്തേക്ക് തേങ്ങ കെട്ടി വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യൂല ആ സമയത്ത്. ഞങ്ങൾക്ക് അങ്ങനെ പെയ്തിട്ടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറി, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ആ സമയം വരെ. ബാക്കി പിന്നെ ഫുള്ള് മഴ തന്നെയായിരുന്നു. ഞങ്ങളത് ഇവിടെ സമർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ കൗതുകമുള്ള ഒരു വഴിപാട് സമർപ്പണം നടത്തുന്നത് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിശ്വാസവും നാളികേര സമർപ്പണവുമാണ്. നിങ്ങൾ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു ദിവസം വരികയാണെങ്കിൽ 100 കണക്കിന് നാളികേരം ഇതുപോലെ വഴിപാട് നൽകുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഒരിക്കൽ ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്തുക. ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയിൽ വീണ്ടും കാണും വരേക്ക് എല്ലാവർക്കും നമസ്കാരം.